ലോകത്തെ ഏതൊരു കൊടും കുറ്റവാളിയുടെ മനസ്സിലും എപ്പോഴെങ്കിലും കുറ്റബോധം വേട്ടയാടാറുണ്ട്. മരണത്തെ മുഖാമുഖം കാണുമ്പോഴെങ്കിലും ചെയ്ത തെറ്റിനെക്കുറിച്ച് മനസ്തപിക്കാത്തവർ ചുരുക്കമാണ്. എന്നാൽ 3 പേരെ അരുംകൊല ചെയ്തിട്ടും 2 പെൺകുട്ടികളെ അനാഥരാക്കിയിട്ടും ഒരു പശ്ചാത്താപവും ഇല്ലെങ്കിൽ അയാളെ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഒരു കൊലപാതകം, ആ കേസിൽ ജാമ്യത്തിലിറങ്ങി ഇരട്ടക്കൊല. എന്നിട്ടും ഒരു കൂസലമില്ലാതെ കോടതി മുറിയിൽ നിന്ന് വെല്ലുവിളിച്ചവനാണ് ചെന്താമര. നെന്മാറ ഇരട്ടക്കൊലയിൽ കോടതി അയാൾക്ക് തൂക്കുകയർ വിധിക്കുമ്പോൾ ഒരു നാട് മുഴുവൻ ആശ്വസിക്കുന്ന ദിവസമാണിത്. ആ കേസിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. നെന്മാറ പോത്തുണ്ടിലെ ജനങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട 7 വർഷങ്ങൾ. മനസ്സിൽ പകയുമായി നടന്ന ചെന്താമരയെ പേടിച്ചാണ് ആ നാട്ടുകാർ പല ദിവസങ്ങളിലും അന്തിയുറങ്ങിയത്. ഇനി അവർക്ക് ഭയം കൂടാതെ ജീവിക്കാം. ആ സീരിയൽ കില്ലറെ പേടിച്ച് ഇനി നാട് വിടേണ്ടതില്ല. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി 20 ലക്ഷം രൂപ പിഴ ഒടുക്കണമെന്നും തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും കോടതി നിരീക്ഷിച്ചു. പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ചെന്താമരയ്ക്ക് കോടതി തൂക്കുകയർ വിധിച്ചത്. 2025 ജനുവരി 27-നായിരുന്നു നാടിന് നടുക്കിയ സംഭവം. പ്രതിയുടെ ഭാര്യയും മകളും ഇയാളെ ഉപേക്ഷിച്ച് പിണങ്ങിപ്പോയതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. ഇതിന് കാരണം അയൽവാസിയായ സുധാകരന്റെ കുടുംബമാണെന്ന് പ്രതി സംശയിച്ചു. സുധാകരന്റെ കുടുംബം തനിക്കെതിരെ ദുർമന്ത്രവാദം ചെയ്തതാണ് തന്റെ കുടുംബജീവിതം തകർത്തതെന്ന അന്ധവിശ്വാസമാണ് ചെന്താമരയെ സീരിയൽ കില്ലറാക്കിയത്. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തി. ആ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്നു. ഇരട്ടക്കൊലപാതകം നടന്ന് 1.5 വർഷത്തിന് ശേഷമാണ് പ്രതിക്ക് കോടതി തൂക്കുകയർ വിധിക്കുന്നത്. കേസിൽ പ്രതിക്കെതിരെ അന്വേഷണ സംഘം ഹാജരാക്കിയ ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ പൂർണ്ണമായും അംഗീകരിച്ചാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. പ്രതി 20 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണം. തുക ഒടുക്കിയില്ലെങ്കിൽ 3 വർഷം അധിക തടവ് അനുഭവിക്കണം. കേസ് അപൂർവത്തിൽ അപൂർവമെന്നും കോടതി നിരീക്ഷിച്ചു. കുട്ടികളുടെ റീഹാബിലിറ്റേഷനും പ്രതിയുടെ സ്വഭാവ രീതിയും സംഭവങ്ങൾ നടത്തിയ രീതിയും പിന്നെ അയാൾക്ക് ഒരു റീമോഴ്സിനോ റീഹാബിലിറ്റേഷനോ യാതൊരു സ്കോപ്പില്ല എന്നും അതിനുകൂടാതെ അയാൾ കൽപ്പിച്ചുകൂട്ടി ചെയ്തതാണ് എന്നുള്ളതടക്കം കോൾ ബ്ലാഡർ മർഡറാണ് എന്നുള്ള അടക്കം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. നഷ്ടപരിഹാരം 20 ലക്ഷമാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റിനടുത്താണ് കൊടുക്കുന്നത്. നെന്മാറ കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും മൊഴിയും നിർണായകമായെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP N മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. മൊഴി മാറാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഗൂഗിൾ ലൊക്കേഷൻ വഴി സാക്ഷികൾ എവിടെയെന്ന് കണ്ടെത്തിയിരുന്നു. വിചാരണയ്ക്ക് മുൻപ് ഡമ്മി ട്രയൽ നടത്തിയത് കേസിൽ നിർണായകമായെന്നും DYSP പ്രതികരിച്ചു. സാക്ഷികൾ കൂറുമാറില്ലെന്ന് നമ്മൾ അവരോട് പറഞ്ഞിരുന്നു. അവരവിടെ ആ സമയത്ത് അവർ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ ടൈം ലൈൻ വെച്ചിട്ട് അവരുടെ ഈ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡൊക്കെ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂറുമാറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ കോടതി കൊടുത്താൽ നിങ്ങൾക്കെതിരെ മറ്റു നടപടി വരുമെന്ന് നേരത്തെ തന്നെ അവരോട് പറഞ്ഞിരുന്നു. കേസിൽ ദൃക്സാക്ഷികളില്ലെന്ന വാദമുയർത്തി വധശിക്ഷ ഒഴിവാക്കാനാണ് പ്രതിഭാഗം വക്കീൽ അവസാന നിമിഷം വരെ ശ്രമിച്ചത്. പ്രതി ഇനിയും മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ജീവപര്യന്തം തടവായി ശിക്ഷ ചുരുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ശിക്ഷ ലഘൂകരിക്കുന്നതിനായി ചില കോടതികളുടെ മുൻകാല ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്നാൽ പ്രതിയുടെ മുൻകാല ചരിത്രവും കുറ്റകൃത്യത്തിന്റെ ക്രൂരതയും കണക്കിലെടുത്ത് കോടതി ഈ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. വിധിയിൽ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം വ്യക്തമാക്കി. പ്രതിഭാഗത്തിന് യാതൊരു വീഴ്ചയും സംഭവിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. കോടതി തെളിവുകൾ വിശകലനം ചെയ്തത് അതിൽ പോരായ്മയുണ്ടെന്നാണ് കരുതുന്നത്. ഈ വിധിയിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും. ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി കിട്ടുമെന്ന് ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അരമണിക്കൂറോളം നീണ്ട കടുത്ത വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ജഡ്ജി വിധി പ്രസ്താവം നടത്തിയത്. പ്രതിയായ ചെന്താമര മുൻപും ഇതേ കുടുംബത്തിലെ അംഗത്തെ കൊലപ്പെടുത്തിയ ചരിത്രമുള്ള ക്രൂരനായ കുറ്റവാളിയാണ്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊന്ന കേസിൽ ഇരട്ട ജീവപര്യന്തം തടവും 3.25 ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചതാണ്. ജയിലിൽ കഴിഞ്ഞിരുന്ന ഇയാൾ 2022 ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തിയത്. അന്നു മുതൽ ഭയത്തോടെ കഴിഞ്ഞിരുന്ന ഇവരുടെ മക്കൾക്ക് ഈ വിധി ആശ്വാസകരമാണ്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കോടതിയിൽ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അതേപോലെ ഇതാക്കി പിന്നെ
വക്കീലിന് മേലെ എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. ഇത്രയും കഷ്ടപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുത്തതില്. പ്രതി യാതൊരുവിധ മാനസാന്തരത്തിനും യോഗ്യനല്ലെന്നും സമൂഹത്തിന് വലിയൊരു ഭീഷണിയാണെന്നും തെളിയിക്കുന്നതാണ് ഇയാളുടെ കുറ്റകൃത്യങ്ങളെന്ന് കോടതി നിരീക്ഷിച്ചു. തുടർന്നാണ് നിയമത്തിലെ ഏറ്റവും കടുത്ത ശിക്ഷയായ തൂക്കുകയർ തന്നെ പ്രതിക്ക് നൽകാൻ കോടതി തീരുമാനിച്ചത്. ന്യൂസ് 18 പാലക്കാട്. മദ്യപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും വൈകാരികമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നവരുണ്ട്. മദ്യപിച്ചാൽ എന്തുകൊണ്ടാണ് നിയന്ത്രണം നഷ്ടപ്പെടുന്നത്? ഇതൊരാളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണോ? തിരുവനന്തപുരം വെമ്പായത്തെ ബാറിൽ മദ്യപ സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കം ആക്രമണത്തിലും കൊലപാതകത്തിലുമാണ് കലാശിച്ചത്. അനീഷ് എന്ന യുവാവും മറ്റൊരു സംഘവും തമ്മിൽ ചെറിയ വാക്കുതർക്കം ഉണ്ടായതിൽ തുടങ്ങിയതാണ് പ്രശ്നം. അതേ തുടർന്ന് ബാറിന് പുറത്തേക്ക് പോയ അനീഷ് കയ്യിൽ പെട്രോളുമായി എത്തി തീ കൊളുത്തുകയായിരുന്നു. ആക്രമണത്തിൽ പൊള്ളലേറ്റ നവാസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. മറ്റു 4 പേരുടെ നിലയും ഗുരുതരമാണ്. വെമ്പായത്തെ ശ്രീവത്സം ബാറിൽ ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഘർഷമുണ്ടായത്. ബാറിലെ AC മുറിയിലിരുന്ന് മദ്യപിച്ചവർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. തർക്കത്തിനിടെ ബാറിൽ നിന്ന് പുറത്തുപോയ അനീഷ് പെട്രോൾ വാങ്ങി തിരിച്ചെത്തുകയും ബാറിലുണ്ടായിരുന്നവർക്ക് നേരെ ഒഴിച്ച ശേഷം തീ കൊളുത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അതിനിടെ അനീഷിന്റെ ശരീരത്തിലും തീ പടർന്നു. പെട്ടെന്ന് തീ പടർന്നതോടെ ബാറിനുള്ളിലുണ്ടായിരുന്നവർ പരിഭ്രാന്തരായി പുറത്തേക്കോടി. ഈ സമയം ബാറിലെ AC ഹാളിൽ 30ഓളം പേരുണ്ടായിരുന്നു. സോഫയിലും മറ്റുമുണ്ടായ അഗ്നിബാധ ഫയർഫോഴ്സ് എത്തിയാണ് അണച്ചത്. 8ഓളം പേർ മദ്യപിച്ചിരുന്ന സംഘത്തിലേക്കെത്തിയ അനീഷ് അവരുടെ കൂടെ ഇരുന്ന് മദ്യപിക്കുകയും കുറച്ചു കഴിഞ്ഞ് മറ്റുള്ളവരുമായി വാക്കുതർക്കത്തിലേർപ്പെടുകയുമായിരുന്നു. ഇതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. തുടർന്ന് അനീഷ് പുറത്തേക്ക് പോയി കന്നാസിൽ പെട്രോളുമായി എത്തി തീ കൊളുത്തുകയായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ നവാസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പരിക്കേറ്റ ശ്യാം, റിയാസ്, അരുൺ, നൌഫൽ, അനീഷ് എന്നിവർ ചികിത്സയിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. മനുഷ്യബന്ധങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്താണെന്നറിയാമോ? സാമ്പത്തികമാണ് പല വിഷയങ്ങൾക്കും കാരണം. തിരുവനന്തപുരത്തെ ഹണി ട്രാപ്പ് കേസിന് പിന്നിലും സാമ്പത്തിക ഇടപാടാണോ വില്ലനായത്? പരാതിക്കാരനായ വ്യവസായി തൻ്റെ ബിസിനസ് പാർട്ട്ണറാണെന്നും കുഞ്ഞിൻ്റെ അച്ഛനാണെന്നും തുറന്നു പറഞ്ഞ് പ്രതിയായ യുവതി രംഗത്തെത്തി. മാർക്ക് വിജയകുമാറും റോഷ്നിയും ഒന്നിച്ചുള്ള വിവാഹ ചിത്രങ്ങളും അവർ പുറത്തുവിട്ടു. മജിസ്ട്രേറ്റിന് നിജസ്ഥിതി ബോധ്യപ്പെട്ടതോടെയാണ് തന്നെ വിട്ടയച്ചതെന്നും റോഷ്നി പറയുന്നു. യുവതിയുടെ സുഹൃത്തുക്കളായ ജിബിൻ, ഉണ്ണിമോൾ, അഭിഷേക് എന്നിവരും വഞ്ചൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളാണ്. പല മാധ്യമങ്ങളിലൂടെയും എന്നെക്കുറിച്ച് വ്യാജ വാർത്ത വരുന്നുണ്ട്. ഞാൻ അറസ്റ്റിലായി എന്നാണ് പറയുന്നത്. ബിസിനസ് തകർക്കാനും മറ്റു പല സാമ്പത്തിക നേട്ടങ്ങൾക്കും വേണ്ടിയാണ് ഈ ആരോപണം. ഇങ്ങനെയൊരു പരാതി വന്നതിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ പരാതിയിൽ കഴമ്പില്ലെന്ന് വ്യക്തമായി വെറുതെ വിടുകയായിരുന്നു. വിജയകുമാർ ബിസിനസ് പാർട്ട്ണറും കുഞ്ഞിന്റെ അച്ഛനുമാണ്. റോഷ്നി വീഡിയോയിൽ പറയുന്നു. ഇങ്ങനെ ഒരു അലിഗേഷൻ എന്റെ ബിസിനസ് പാർട്ട്ണറായ മിസ്റ്റർ മാർക്ക് വിജയകുമാറിന്റെ സൈഡിൽ നിന്നും ഉണ്ടായി. അപ്പോൾ അത് എന്റെ ബിസിനസ് തകർക്കാനും അതുപോലെ എന്റെ ബാക്കിയുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്. അതിലുപരി മാർക്ക് വിജയകുമാർ എന്റെ കുഞ്ഞിന്റെ അച്ഛനാണ്, അതുപോലെ ബിസിനസ് പാർട്ട്ണറാണ്. ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ തെലങ്കാന സ്വദേശിയായ മാർക്ക് വിജയകുമാറും താനും ഓഹരി ഉടമകളാണെന്നും ബിസിനസ് തർക്കങ്ങളാണ് പരാതിക്ക് കാരണം എന്നുമാണ് റോഷ്നിയുടെ ആരോപണം. കുഞ്ഞിനൊപ്പമുള്ള ഇരുവരുടെയും ചിത്രങ്ങളും വിവാഹ ഫോട്ടോയും ഉൾപ്പെടെയാണ് റോഷ്നി പുറത്തുവിട്ടത്. കഴിഞ്ഞ ദിവസമാണ് വഞ്ചിയൂർ പോലീസ് വിജയകുമാറിന്റെ പരാതിയിൽ കേസെടുത്തതും നെയ്യാറ്റിൻകര സ്വദേശിയായ റോഷ്നിയെ അറസ്റ്റ് ചെയ്തതും. തനിക്ക് ജനിച്ച കുഞ്ഞ് പരാതിക്കാരന്റേതാണെന്ന് ഭാര്യയോട് പറയും എന്ന് ഭീഷണിപ്പെടുത്തി ഫ്ളാറ്റും സ്വർണവും ഉൾപ്പെടെ 5 കോടി തട്ടിയെടുത്തു എന്നാണ് FIR. വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്ത കോടതിയിൽ ഹാജരാക്കിയ റോഷ്നിയെ സ്വാഭാവിക ജാമ്യത്തിൽ വിട്ടിരുന്നു.
ഇതിന് പിന്നാലെയാണ് വീഡിയോയുമായി യുവതി രംഗത്തെത്തിയത്. ഇങ്ങനെ ഒരു അലിഗേഷൻ വന്ന് അല്ലെങ്കിൽ ഒരു ഹണി ട്രാപ്പ് അല്ലെങ്കിൽ ഈ 5 കോടി എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊരു ക്ലാരിറ്റി എന്റെ സൈഡിൽ നിന്ന് പറഞ്ഞു തോന്നി. ഞാൻ ഇതിന്റെ കാര്യത്തിൽ എനിക്ക് അറസ്റ്റ് ആക്ച്വലി ഇങ്ങനെ ഒരു കേസ് വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ സമയത്ത് ഈ പരാതിക്ക് യാതൊരുവിധ കഴമ്പും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്റെ അറസ്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഞാനിപ്പോഴും അവൈലബിൾ ആണ്. പരാതിക്കാരന്റെ അക്കൗണ്ടിൽ നിന്ന് യുവതിക്കും തിരിച്ചും പണം കൈമാറ്റം നടത്തിയിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചൂഷണം പരിധിവിടുകയും യുവ വ്യവസായിയുടെ ഭാര്യയെ യുവതി ഭീഷണിപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്തതോടെയാണ് പോലീസിൽ പരാതി എത്തിയത് എന്നാണ് സൂചന. റോഷിനിയുടെ സുഹൃത്തുക്കളായ ജിബിൻ, ഉണ്ണിമോൾ ജിബിൻ, അഭിഷേക് എന്നിവരും വഞ്ചിയൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകത്തിനപ്പുറം ജീവിത മൂല്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കേണ്ടവരാണ് അധ്യാപകർ. എന്നാൽ ഇക്കാലത്ത് ഇങ്ങനെ മാതൃകയായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഇവിടെ? വിദ്യാർത്ഥികളുടെ ഭാവിയും ജീവിതവും തകർത്ത അധ്യാപകരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് അധ്യാപകരാണ്. നിതിൻ്റെ മരണത്തിൽ 1-ാം പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാം ആ സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്നു. ഇയാൾക്ക് വേണ്ടി അന്വേഷണ സംഘം കേരളത്തിനകത്തും പുറത്തും തിരച്ചിൽ നടത്തി. ഒടുവിൽ നിതിൻ്റെ മരണം നടന്ന് 100 ദിവസത്തിന് ശേഷം അയാൾ പിടിയിലായിരിക്കുന്നു. താടി വെച്ച് രൂപം മാറി കർണാടകയിലെ കുടകിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാൾ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ പിടിയിലായത്. പ്രതിയെ കോടതിയിൽ എത്തിച്ചപ്പോൾ നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1-ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാം കർണാടകയിലെ കുടകിൽ നിന്നാണ് പിടിയിലായത്. താടി വെച്ച് വേഷം മാറി ഒളിവിൽ കഴിയുകയായിരുന്ന റാമിനെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്. ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച റാമിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. കർണാടകയിലും ആന്ധ്രയിലുമായ പല സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നാണ് അറിയിച്ചത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ കൂടുതൽ ഇപ്പോൾ പുറത്തു പറയാൻ സാധിക്കില്ല. എങ്കിലും കോടതി മുമ്പായുള്ള വിഷയമാണ്. സുപ്രീം കോടതിയിൽ ബെയിൽ അപ്ലിക്കേഷൻ നിലനിൽക്കായിരുന്നു. സുപ്രീം കോടതിയുടെ ബെയിൽ അപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്ത് അന്ന് തന്നെ പ്രത്യേകമായ സംഘത്തെ നിയോഗിച്ചിരുന്നു. ആ സംഘം തന്നെയാണ് പ്രതിയെ പിടികൂടിയത്. ജൂൺ 19 ഹൈക്കോടതി റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ക്രൈംബ്രാഞ്ച് സംഘം ആന്ധ്രാപ്രദേശിലെത്തിയിരുന്നു. റാം ഫോൺ ഉപയോഗിക്കാത്തതാണ് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായത്. ആന്ധ്രാപ്രദേശിലെ ഒരു പ്രാദേശിക പാർട്ടിയുടെ സഹായവും ഇയാൾക്ക് ലഭിച്ചിരുന്നു. മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ രൂക്ഷ വിമർശനമാണ് പോലീസിനെതിരെ കോടതി ഉന്നയിച്ചത്. ജാമ്യം നിഷേധിച്ചിട്ടും അറസ്റ്റ് എന്തുകൊണ്ടാണ് വൈകുന്നതെന്ന് ആരാഞ്ഞ കോടതി പോലീസിന് ഇതിന് 2 നീതിയാണോ എന്നും ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. കൈ വിറയ്ക്കുന്ന പോലീസിന് എങ്ങനെ നീതി നടപ്പാക്കാനാകുമെന്നും കോടതി വിമർശിച്ചിരുന്നു. സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ഒടുവിൽ ഇയാൾ പിടിയിലാകുന്നത്. റാമിന്റെ അറസ്റ്റ് ആശ്വാസം നൽകുന്ന വാർത്തയാണെന്ന് നിതിന്റെ പിതാവ് രാജൻ പറഞ്ഞു. മറ്റുള്ള എല്ലാ പ്രതികളെയും പുറത്തു കൊണ്ടുവരണമെന്നും രാജൻ ആവശ്യപ്പെട്ടു. ഇതിന് പിന്നിൽ വീണ്ടും അധ്യാപകരുണ്ട്. പ്രിൻസിപ്പലിന്റെ റൂമിൽ നടന്ന ഇൻസിഡന്റിൽ ആരൊക്കെയാണോ പങ്കെടുത്ത അവരെല്ലാം പ്രതികളാണ്. അവന് നീതി വേണം. നീതിക്ക് വേണ്ടിയാണ് ഈ പിതാവ്, കുടുംബം, സംഘടനകൾ എല്ലാവരും അലയുന്നത്. കേസിൽ മറ്റ് അധ്യാപകരെ കൂടി പ്രതി ചേർക്കണമെന്ന് നിതിൻ രാജിന്റെ സഹോദരി ആവശ്യപ്പെട്ടു. ഇനിയെങ്കിലും നല്ല പ്രോപ്പറായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിൽ ഉണ്ടായിട്ട് പോലും 100ാമത്തെ ദിവസമാണ് അയാളെ പിടികൂടിയത്. മറ്റ് പ്രതികളുടെ അന്വേഷണം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടും അറിയാം. ആ ഒരു രീതിക്കാണ്. കാരണം പോലീസിന്റെ കാര്യത്തിലുള്ള വീഴ്ചയിലാണ് ഇത്രയും ദിവസം വേണ്ടി വന്നത്. അതേസമയം ഡോക്ടർ റാം നിരപരാധിയാണെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നുമായിരുന്നു റാമിന്റെ അഭിഭാഷകൻ ലത്തീഫ് ബഡഗുദനൂരിന്റെ പ്രതികരണം. നമ്മളെ ഡോക്ടർ റാം സർ ഇതിൽ ഒരു വിധത്തിലും ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഒരു പ്രശ്നമാണ്. നമുക്ക് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വിശ്വാസമുണ്ട്. അവർ ഫെയറായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഇയാൾ കുറ്റവാളി അല്ല എന്നൊരു. ഏപ്രിൽ 10 നിതിൻ രാജ് കോളേജ് കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്.
ഡോക്ടർ റാം, ഡോക്ടർ സംഗീത നമ്പ്യാർ എന്നിവർ നടത്തിയ ജാതി അധിക്ഷേപത്തെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പണമിടപാടാണ് ആത്മഹത്യക്ക് പെട്ടെന്നുള്ള പ്രേരണയായതെന്നാണ് ആദ്യം കേസന്വേഷിച്ച പോലീസ് കണ്ടെത്തിയത്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് 4 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് ഇതിനിടെ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഏപ്രിൽ 30-നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. അതേസമയം റാമിനെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത്. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പ്രതിയുടെ അറസ്റ്റ് എന്ന് ചൂണ്ടിക്കാട്ടി കോടതി ഡോക്ടർ റാമിനെ വിട്ടയച്ചു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. എന്നാൽ കോടതി വിട്ടയച്ചതിന് പിന്നാലെ റാമിനെ വീണ്ടും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. കോടതി വളപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. തന്നെ തള്ളി മാറ്റിയാണ് പോലീസ് റാമിനെ പിടിച്ചുകൊണ്ടുപോയതെന്ന് ഡോക്ടർ റാമിന്റെ ഭാര്യ ദിൽന ആരോപിച്ചു. രണ്ടാളെ വലിച്ചു കൊണ്ടുപോവാ. റാം എവിടെ എവിടെ ചോദിച്ചിട്ട് പറയുന്നില്ല. ഇയാളാണ് കുണ്ടേനെ പോലെ വലിച്ചു കൊണ്ടുപോയത്. പിന്നെ രണ്ടാളെ വലിച്ചു കൊണ്ടുപോവാ. നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? കോടതിന്റെ പെർമിഷൻ കോർട്ടിലെ നോട്ടീസ് കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. ന്യൂസ് 18 കണ്ണൂർ. മദ്യവും ലഹരിയും ഇല്ലാതെ എന്ത് ആഘോഷമെന്ന് ചിന്തിക്കുന്ന ചില മലയാളികളുണ്ട്. അത് കല്യാണ വീടുകളിൽ മുതൽ പലയിടത്തും നമ്മൾ കാണാറുള്ളതാണ്. കഴിഞ്ഞ രാത്രി ലോകകപ്പ് ഫുട്ബോളിൻ്റെ ലഹരിയിലും മദ്യപിച്ച് ലക്കുകെട്ട് നാട്ടിൽ അഴിഞ്ഞാടിയവരുണ്ട്. മറ്റാരുമല്ല, ഇവിടെ നിയമം നടപ്പാക്കേണ്ട പോലീസുകാർ. തൊടുപുഴ മങ്ങാട്ട് കവലയിലാണ് മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ SIയെയും ഡ്രൈവറെയും നാട്ടുകാർ തടഞ്ഞു വെച്ചത്. ലോകകപ്പ് ഫൈനൽ ബിഗ് സ്ക്രീനിൽ കളി പ്രദർശിപ്പിച്ച സ്ഥലത്താണ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചെത്തിയത്. പോലീസ് ജീപ്പിൽ നിന്ന് മദ്യക്കുപ്പിയും പിടിച്ചെടുത്തിട്ടുണ്ട്. വൈദ്യപരിശോധന റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയെന്നാരോപിച്ച് കരിമണ്ണൂർ SI റോയ് സുകുമാരൻ, ഡ്രൈവർ എന്നിവരെയാണ് നാട്ടുകാരും DYFI പ്രവർത്തകരും തടഞ്ഞുവെച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തി. ലോകകപ്പ് ഫൈനൽ മത്സരം ബിഗ് സ്ക്രീനിൽ കാണുന്നതിനായി ആളുകൾ തടിച്ചുകൂടിയ സ്ഥലത്ത് ഇരുവരും മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയെന്നാണ് പരാതി. വിവരമറിഞ്ഞ് തൊടുപുഴ പോലീസ് സ്ഥലത്തെത്തുകയും ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കൂടാതെ ചീട്ടും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തി. പോലീസ് പരിശോധനയുടെയും ലഹരി വസ്തുക്കൾ കണ്ടെടുക്കുന്നതിന്റെയും ദൃശ്യങ്ങളും പുറത്തായിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാൻ മേലാത്ത കാര്യമല്ല. ഈ പണി തൊഴിൽ പോലീസ് സ്റ്റേഷൻ നടത്തുന്നത് ഇവിടുത്തെ മുഴുവൻ പോലീസുകാരാണ് വക്കാലത്ത് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. റോയ് സുകുമാരന്റെയും ഡ്രൈവറുടെയും വൈദ്യപരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തൊടുപുഴ SHO അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. ലോകമെങ്ങും ഫുട്ബോളിന്റെ ലഹരിയിൽ ആറാടിയ രാത്രി. ഫൈനൽ കാണാൻ പലയിടത്തും കൂറ്റൻ സ്ക്രീനുകൾ. കേരളത്തിലെ കളിപ്രേമികളും ആവേശത്തിലായിരുന്നു. അതിനിടെ ലോകകപ്പ് ഫൈനൽ മത്സരത്തിന്റെ മറവിൽ ലഹരി സംഘങ്ങളും അഴിഞ്ഞാടിയ ദിവസം. തൃശ്ശൂരിൽ വിൽപ്പന നടത്താൻ എത്തിച്ചത് MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കളാണ്. എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ MDMAയുമായി 2 യുവാക്കൾ അറസ്റ്റിലായി. മുള്ളൂർക്കര സ്വദേശികളായ സുനിലും ജിഷ്ണുവും ജില്ലയിലെ പ്രധാന ലഹരി ഇടപാടുകാരെന്നാണ് വിവരം. ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ മത്സരത്തിന് വിൽപ്പന നടത്താൻ സൂക്ഷിച്ചിരുന്ന ലഹരി വസ്തുക്കളാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ഫൈനൽ നടന്ന കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ സ്പെഷ്യൽ ഓപ്പറേഷന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. സംഭവത്തിൽ താലപ്പിള്ളി മുള്ളൂർക്കര സ്വദേശികളായ സുനിൽ, ജിഷ്ണു എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഒന്നാം പ്രതിയായ സുനിലിന്റെ വീട്ടിൽ നിന്നും ബുള്ളറ്റിൽ നിന്നുമായി 2.621 ഗ്രാം MDMA കണ്ടെത്തി. ലഹരി വസ്തുക്കൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രത്യേക തരം കവറുകളും ഇവരിൽ നിന്നും കണ്ടെടുത്തു.
പ്രതികൾ വലിയ തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നവരാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട്. ഇവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചപ്പോൾ എന്ത് വില കൊടുത്തും ലഹരി വസ്തുക്കൾ വാങ്ങുന്നവർ ഇവരെ ബന്ധപ്പെട്ടിരുന്നതായും കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 പ്രതികളുടെയും ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ഉദ്യോഗസ്ഥർ. ഇവരുമായി ഇടപാട് നടത്തിയിട്ടുള്ളവരെയും ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയാണ്. ന്യൂസ് 18 തൃശൂർ. ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒരു ചെറിയ സ്കൂട്ടറെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹിക്കാത്തവർ കുറവായിരിക്കും അല്ലേ? അതിനായി പണം സ്വരൂപിച്ച് സ്കൂട്ടർ വാങ്ങിയവർ ഒരു തട്ടിപ്പിനിരയായ സംഭവത്തെക്കുറിച്ച് കേട്ടു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് ഈ വിചിത്രമായ തട്ടിപ്പ് കഥ. ആളുകളിൽ നിന്ന് മുഴുവൻ തുക വാങ്ങുകയും തുടർന്ന് വാഹന ഉടമകൾ അറിയാതെ വായ്പ തരപ്പെടുത്തി പണം തട്ടുകയും ചെയ്ത കേസ്. 2 വീലർ സ്ഥാപനം കേന്ദ്രമാക്കി തട്ടിപ്പ് നടത്തിയ യുവതി അറസ്റ്റിലായി. പള്ളിച്ചൽ സ്വദേശിനി സുമാകുമാരിയാണ് പിടിയിലായത്. പള്ളിച്ചൽ സ്വദേശി 44-കാരിയായ സുമകുമാരിയാണ് പിടിയിലായത്. ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്നതിന് ആൾക്കാരിൽ നിന്ന് മുഴുവൻ തുകയും വാങ്ങുകയും തുടർന്ന് ഇടപാടുകാർ അറിയാതെ വായ്പ തരപ്പെടുത്തി തട്ടിപ്പ് നടത്തുകയും ചെയ്തതായാണ് പോലീസ് പറയുന്നത്. നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു ഇവർ. മുഴുവൻ പണവും അടച്ച് വാഹനം വാങ്ങാൻ എത്തുന്നവരുടെ ഉൾപ്പെടെ രേഖകൾ കൈക്കലാക്കി വാഹന ഉടമകൾ അറിയാതെ ബാങ്ക് വായ്പ തരപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. തിരിച്ചടവ് പ്രശ്നങ്ങളും സിബിൽ പ്രശ്നങ്ങളും പുറത്തു വന്നതോടെ പ്രതിക്കെതിരെ പരാതികൾ ഉയരുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ്. കൂടുതൽ പരാതിക്കാർ വരും ദിവസങ്ങളിൽ ഇവർക്കെതിരെ രംഗത്ത് വരും എന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കള്ളന് പോസ്റ്റ് ഓഫീസിൽ എന്താണ് കാര്യം? തിരുവനന്തപുരം കാട്ടാക്കടയിലെ പോസ്റ്റ് ഓഫീസിൽ മോഷണശ്രമം നടന്നതറിഞ്ഞ് പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പണമാണോ ആരുടെയെങ്കിലും കത്താണോ മോഷ്ടാവ് ലക്ഷ്യമിട്ടത്? പിൻവശത്തെ ജനാലയുടെ കമ്പി വളച്ച് അകത്ത് കയറിയ കള്ളൻ ഓഫീസിലെ സേഫ്റ്റി റൂം ഉൾപ്പെടെ തുറന്ന് പരിശോധിച്ചു. എന്നാൽ എന്തൊക്കെ നഷ്ടപ്പെട്ടതാണെന്ന് വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രാവിലെ ജോലിക്കെത്തിയ ജീവനക്കാരാണ് പോസ്റ്റ് ഓഫീസിന്റെ പിൻവശത്തെ കതക് തുറന്നു കിടക്കുന്നത് ആദ്യം ശ്രദ്ധിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഓഫീസിലെ സേഫ്റ്റി റൂം ഉൾപ്പെടെ തുറന്ന നിലയിലാണെന്ന് കണ്ടെത്തി. പിൻവശത്തെ ജനാലയുടെ കമ്പി വളച്ചകത്ത് കയറിയ കള്ളൻ തിരികെ വാതിൽ വഴി പുറത്തേക്ക് കടന്നതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അകത്ത് കയറി ലോക്കുകൾ പൊട്ടിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി ചുവരിന്റെ കഷ്ണങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിക്കാൻ ശ്രമിച്ചതിന്റെ ലക്ഷണവുമുണ്ട്. ഡോർ തുറന്നപ്പോഴാണ് ബാക്കിലോട്ടുള്ള ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടത്. അപ്പൊ തന്നെ ഡ്രസ്സിൽ നോക്കിയപ്പോ അവിടെയും തുറന്നതിന്റെ സൂചന കണ്ടായിരുന്നു. എന്തൊക്കെ നഷ്ടമായിട്ടുണ്ടെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. വിവരമറിഞ്ഞ് കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഫോറൻസിക് വിദഗ്ധരും ഡോസ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇവിടെ മുമ്പും മോഷണം നടന്നിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തുറക്കാൻ പറ്റാത്ത ഏത് ലോക്കും അഴിക്കും. രാത്രിയും പുലർച്ചെയും നഗരത്തിലിറങ്ങുന്നത് ബൈക്കുകൾ മോഷ്ടിക്കാനാണ്. മലപ്പുറം കുറ്റിപ്പുറം സ്വദേശികളായ വിഷ്ണുവും നിതിനും കൂട്ടുകാരൻ റിജിനും ഉൾപ്പെടെയുള്ള സംഘത്തിൻ്റെ രീതികൾ വിചിത്രമാണ്. വളാഞ്ചേരിയിൽ നിന്ന് അടുത്തടുത്ത ദിവസങ്ങളിലായി ബൈക്കുകൾ മോഷ്ടിച്ച കേസിലാണ് ഈ 3 അംഗ സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. കേസിൽ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളെ കുടുക്കിയത്. 20 വയസ്സ് മാത്രം പ്രായമുള്ള യുവാക്കൾക്കിഷ്ടം ആഡംബര ബൈക്കുകളായി. വളാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും ബൈക്ക് മോഷണം പതിവാക്കിയ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 20ഉം 21 വയസ്സ് പ്രായമുള്ള യുവാക്കളാണ് മോഷ്ടാക്കൾ. കുറ്റിപ്പുറം സ്വദേശികളായ വിഷ്ണു, നിതിൻ, തവനൂർ സ്വദേശി റിജിൻദാസ് എന്നിവരെ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 5-ന് പുലർച്ചെ 2 മണിയോടെ കുളമംഗലം ലീമാർട്ടിന് മുൻവശത്ത് നിർത്തിയിട്ടിരുന്ന യമഹ R15 ബൈക്കാണ് സംഘം ആദ്യം കവർന്നത്.
ബൈക്ക് തൊട്ടടുത്ത ദിവസം പട്ടാമ്പിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് ജൂലൈ 12 വൈകിട്ട് AKEA സോളാർ കമ്പനിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് ബൈക്കും മോഷ്ടിക്കപ്പെട്ടു. 2 മോഷണങ്ങളുടെയും CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പരാതി ലഭിച്ചതിനെ തുടർന്ന് പ്രദേശത്തെ വിവിധ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. കോടതിയിൽ ഹാജരാക്കിയ 3 പ്രതികളെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. ഇതര സംസ്ഥാന തൊഴിലാളികളെന്ന വ്യാജേന കേരളത്തിലേക്ക് വ്യാപകമായി മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ട്. നിരവധി കുട്ടികളെ ഉൾപ്പെടെ ബാലവേലയ്ക്കായി ഇവിടെ കൊണ്ടുവരുന്നത് അതീവ ഗൗരവമായി കാണേണ്ട വിഷയമാണ്. ബീഹാറിൽ നിന്ന് ബാലവേലയ്ക്കായി കൊച്ചിയിലെത്തിച്ചത് 9 കുട്ടികളെയാണ്. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലിക്കായി കൊണ്ടുവന്ന കുട്ടികളെ റെയിൽവേ പോലീസ് രക്ഷപ്പെടുത്തി. മണിക്കൂറിന് 50 രൂപ കൂലി വാഗ്ദാനം ചെയ്താണ് സംഘം കുട്ടികളെ കൊണ്ടുവന്നത്. സംഭവത്തിൽ 2 ബീഹാർ സ്വദേശികൾ പിടിയിലായിട്ടുണ്ട്. ട്രെയിനിലെ മനുഷ്യക്കടത്ത് തടയുന്നതിനിടയിലുള്ള പതിവ് പരിശോധനയ്ക്കിടയിലാണ് പാറ്റ്ന എറണാകുളം എക്സ്പ്രസിലെത്തിയ കുട്ടികളെ CRPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. 14 വയസ്സുള്ള 8 കുട്ടികളും 17 വയസ്സുള്ള ഒരു കുട്ടിയുമായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. സംശയം തോന്നിയ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് പെരുമ്പാവൂർ ഓടക്കാലിയിലെ പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലിക്കെത്തിച്ചതാണെന്ന മൊഴി ലഭിച്ചത്. കുട്ടികളെ CRPF സംഘം സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശികളായ സുനിൽ മോണ്ടൽ, സരൺ സ്വദേശിയായ W നാഥ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. മലയാളിയായ അരുൺ തോമസ് എന്നയാളുടെ നിർദ്ദേശപ്രകാരമാണ് കുട്ടികളെ എത്തിച്ചതെന്നാണ് പ്രതികൾ നൽകുന്ന മൊഴി. ഇവർ മുൻപും മനുഷ്യക്കടത്ത് നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. തുടർ നടപടികൾക്കായി റെയിൽവേ പോലീസിന് കൈമാറി. കുട്ടികളുടെ മാതാപിതാക്കളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും അവരെത്തുന്ന മുറയ്ക്ക് ആവശ്യമായ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി കുട്ടികളെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കുമെന്നും റെയിൽവേ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. നമ്മളെല്ലാവരും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. വീട്ടിലും ജോലിസ്ഥലത്തും സമൂഹത്തിലുമൊക്കെ ഇങ്ങനെ സന്തോഷവും സമാധാനവും കിട്ടാറുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇക്കാലത്ത് മനുഷ്യർ സമാധാനം തേടി പരക്കം പായുകയാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ജോലി സമ്മർദ്ദം, സാമ്പത്തിക ബാധ്യത, ഇങ്ങനെ നിരവധിയായ പ്രതിസന്ധികൾ പലരെയും അലട്ടുന്നുണ്ട്. എന്നാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി എവിടെയെങ്കിലും പോകേണ്ട കാര്യമുണ്ടോ? നെഗറ്റീവ് ചിന്തകളെ ഒന്ന് മാറ്റി നിർത്തുകയെ, പോസിറ്റീവായി സംസാരിക്കുന്നവരുമായി കൂട്ടുകൂടുകയെ, കഴിഞ്ഞ കാലത്തെ സങ്കടവും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും മാറ്റാൻ ശ്രമിച്ചേ. ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നന്ദിയുള്ളവരായിരിക്കാനും മറ്റുള്ളവരോടുള്ള പകയും വാശിയും ഉപേക്ഷിച്ച് ക്ഷമിക്കാനും ശീലിക്കണം കേട്ടോ. സന്തോഷമെന്നത് പുറത്തുനിന്ന് ലഭിക്കുന്നതല്ല, അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണെന്ന തിരിച്ചറിവാണ് വേണ്ടത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.